പ്രശാന്തേട്ട, ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹം എന്തായാലും വലിയ വിവാദങ്ങളിലെല്ലാം കൂടിയാണ് ഈ MLA ആയി വരുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്തെല്ലാം വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചാനൽ ചർച്ചകളിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നത്. KICUവിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചതായി പറയുന്നെങ്കിലും ജനങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ ചാനൽ ചർച്ചകളിലൂടെയാണ്. പിന്നീട് അദ്ദേഹം പിണറായി വിജയനെ വലിയ വിമർശിക്കുന്ന ഒരാളായി മാറുന്നു. CPM-നെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്ന ഒരാളായി ചർച്ചകളിലെല്ലാം ഉയർന്നു വരികയാണ്. എന്തായാലും പിണറായിയുടെ കടാശം കൊണ്ടാണോ രാഹുൽ എന്ന ഒരു MLA രൂപപ്പെട്ടത്? ഉറപ്പായിട്ടും പിണറായിയുടെ ഫോട്ടോ പുള്ളി വീട്ടിൽ വെക്കണം, വിളക്കും കത്തിക്കണം. കാരണം പിണറായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിലെഴുത്ത് എന്ന് പറയുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് MLA ആവാൻ സാധിക്കും. വളരെ ശ്രദ്ധേയമായിട്ട് ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ചാതുര്യതയുള്ള അല്ലെങ്കിൽ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടി സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാവുന്നത്. KSU രാഷ്ട്രീയത്തിലൂടെയാണ് KSU NSUവിൻ്റെ ദേശീയ പ്രസിഡന്റ്. പ്രധാനപ്പെട്ട പോസ്റ്റ് എന്ന് പറയും. മുമ്പ് മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ KSUവിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാവുന്നതല്ലേ. അപ്പം KSU ജില്ലാ സെക്രട്ടറി, പക്ഷേ NSUവിൻ്റെ ദേശീയ സെക്രട്ടറി ആയപ്പോൾ തൊട്ട് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ദേശീയ ലെവലിൽ ഉള്ള നേതാവ് എന്നുള്ള രീതിയിൽ പല വേദികളിലും അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ യോഗങ്ങളിലും ഒക്കെ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന ആൾക്കാർ പുള്ളിയെ സഹായിക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം കോൺഗ്രസിനകത്തില്ലാത്ത ഒരു കാര്യം ഒരുപക്ഷെ വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് വേണ്ടി വിഷ്ണുനാഥിന്റെ കാലം തൊട്ടേ ഒരു ശ്രമം നടത്തിയിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ വിഷ്ണുനാഥ്, പിന്നെ നമ്മുടെ ഈ കാർത്തികേയന്റെ മകൻ ശബരിനാഥ്, അങ്ങനെ കുറെ ചെറുപ്പക്കാർ അവരെല്ലാം പരസ്പരം യോജിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ. കോൺഗ്രസിനകത്ത് ഇല്ലാത്തൊരു കാര്യമാണ് ഈ പരസ്പരം കാലുവാരലും ചെളിവാരി എറിയലും ഒരാളെ താഴ്ത്തിക്കെട്ടുന്നതും ഒക്കെയാണ്. അപ്പൊ അതിനകത്ത് വന്ന് ഷാഫിയൊക്കെ വന്നു, ഷാഫി പറമ്പിൽ വന്നു. അതുപോലെ ഈ വേറൊരു പയ്യനുണ്ടായിരുന്നു ഇവിടുന്ന് MLA ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ഈ രാജേഷ് തോൽപ്പിച്ച് VT ബൽറാം ഇവരെല്ലാം ഒരു ടീം. അപ്പൊ ആ കൂട്ടത്തിൽ ഷാഫി വരുന്നതിന്റെ കൂട്ടത്തിൽ ഷാഫിക്ക് വേണ്ടപ്പെട്ടവനായി അല്ലെങ്കിൽ ഷാഫി ശ്രദ്ധിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് ഈ മാങ്കൂട്ടത്തിൽ രാഹുൽ മാറുകയും രാഹുലിന് വേണ്ട രീതിയിലുള്ള പരിഗണന ഷാഫി കൊടുക്കുകയും ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കൊടുക്കും. സാധാരണ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് യാതൊരു കാരണവശാലും അവസരം കൊടുക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നോക്കുന്ന ഒരു പാർട്ടിയാകും കോൺഗ്രസ്. കാരണം അതിനകത്തൂടെ 10 പേര് കണ്ടുപോയാൽ. അപ്പൊ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായിട്ട് ഇപ്പം ഈ വിഷ്ണുനാഥ് ഒരു ഘട്ടത്തിൽ ചാനൽ ചർച്ചയിൽ ഉണ്ടായിരുന്നതുപോലെ ഷാഫി പക്ഷേ ജനപ്രതിയായപ്പോൾ മാറി കഴിഞ്ഞപ്പോൾ ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നതിന് രാഹുലിനെ അവസരം ലഭിച്ചു. അപ്പൊ രാഹുൽ കിട്ടിയ അവസരം വളരെ കൃത്യമായിട്ട് വിനിയോഗിച്ചു. അപ്പോൾ രാഹുലിനെ വെച്ച് ഈ പറയുന്ന പോലെ അന്ത്യചർച്ചയൊക്കെ നടത്തിയാൽ അതിനകത്ത് പ്രേക്ഷകർ കൂടുന്ന രീതിയിലേക്ക് ചാനലുകൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ആ ചർച്ച ചൂടുപിടിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഇയാളെ നിരന്തരമായിട്ട് ചാനൽ ചർച്ചകൾക്ക് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ചാനൽ ചർച്ചകൾക്ക് നിരന്തരമായിട്ട് വിളിക്കാൻ തുടങ്ങുകയും അഭിപ്രായം ഉണ്ടാവുകയൊക്കെ തുടങ്ങിയപ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് ഇയാളെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരവസ്ഥയിൽ നിന്ന് മറികടന്നു പോയി. മാത്രമല്ല ഷാഫിയുടെ കൃത്യമായ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കി. അപ്പം യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവസരം ലഭിച്ചു. കാരണം ഇയാൾക്ക് നല്ലതുപോലെ സംസാരിക്കാൻ അറിയാം. രാഹുലിന് വളരെ കൃത്യമായിട്ട് സംസാരിക്കാൻ അറിയാം. ആൾക്കാരെ കൈയെടുക്കുന്ന സംസാരം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരൻ്റെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത. അപ്പം യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനൊക്കെ അത്തരം യോഗങ്ങൾ പങ്കെടുപ്പിക്കുന്നതിന് ഷാഫി അവസരം ഉണ്ടാക്കി കൊടുക്കും. ഈ രണ്ട് രീതിയിലും രാഷ്ട്രീയത്തിൽ അതിനകത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ ഈ ആൾക്കാര് ഈ ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടി മോദിയെ ചീത്ത പറയും. മോദിയെ ചീത്ത പറയുന്ന വാർത്ത ഇപ്പൊ ഞാൻ കൃത്യമായിട്ട് പറയാമെങ്കിൽ മോദിയെ ചീത്ത പറയുന്ന വാർത്ത ഞാൻ അതങ്ങ് രാജ്യത്തിന് പുറത്തു പോയി സംസാര വിഷയമാവുന്ന രീതിയിലേക്ക്. കാരണം മോദി അത്രയ്ക്ക് ലോകം അറിയപ്പെടുന്ന നേതാവാണല്ലോ ഇപ്പം ലൈമിറ്റ്. അതുപോലെ തന്നെ പിണറായി വിജയനെ ചീത്ത പറഞ്ഞു. അപ്പൊ കൃത്യമായിട്ട് പിണറായി വിജയനെ വിമർശിക്കുകയും അല്ലെ നഖശികാന്തം എതിർക്കുകയും ചെയ്യുന്ന ഒരു നേതാവായിട്ട് കോൺഗ്രസിനകത്ത് വന്നിരിക്കുന്ന ഒരു യുവ നേതാവായിരുന്നു. കൃത്യമായിട്ട് കാര്യം പറയാനൊക്കെ മറ്റു ചില നേതാക്കന്മാർ ഈ പറയുന്ന രാഹുൽ ഗാന്ധി അല്ലെ ഈ പിണറായി വിജയനെ വിമർശിക്കുന്നതിനകത്ത് പുറകോട്ട് മാറുകയും അല്ലെങ്കിൽ പിണറായി വിജയനെ പല ഘട്ടങ്ങളിലും വിമർശിക്കുന്ന മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവരെ ഒരു ഘട്ടത്തിൽ വിമർശിക്കുന്നതിനകത്ത് നിന്ന് താക്കീത് ചെയ്യപ്പെടുന്നത് പോലെ വിമർശനം നിൽക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കാം. മാത്യു കുഴൽനാടൻ പിണറായി വിജയനെതിരെ വളരെ കൃത്യമായിട്ട് വളരെ വലിയ
ആക്ഷേപങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ പരാതികളും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ഒരു സുപ്രഭാതത്തിൽ അതൊന്നും ഇല്ലാതാവുന്ന ഒരു അവസ്ഥ. ഇപ്പൊ മാത്യു കുഴൽനാടൻ പിണറായിട്ട് യാതൊരു വിഷയമില്ലല്ലോ. വി.ഡി. സതീശൻ എന്തെങ്കിലും ഒരു വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ വി.ഡി. സതീശൻ ആ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫോളോ അപ്പ് ഒന്നുമില്ല പിണറായി വിജയൻ, ശ്രദ്ധിച്ചില്ലേ? പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പിണറായിയെ പോലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനകത്ത് കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, പിണറായി അഴിമതി ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത്, ഇടതുപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നുള്ള രീതിയിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പൊതുജനത്തിന്റെ ഇടയ്ക്ക് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നേതാവായിട്ട് മാറുകയും അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഷാഫി മാറുന്ന അവസരത്തിൽ ഷാഫി മുൻകൈ എടുത്ത് ഇയാളെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ നിയോജക മണ്ഡലത്തിൽ ശ്രദ്ധിക്കപ്പെടും. ഇപ്പൊ കോൺഗ്രസിന് അവിടെ ഷാഫി മാറിയാൽ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഈ സരനാണെങ്കിലും മത്സരം ഇത്രയും കടുക്കത്തൊന്നുമില്ല. കാരണം ആൾക്കാരുടെ ഇപ്പൊ കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുന്ന വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അപ്പം ആ ഘട്ടത്തിൽ കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ആ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനകത്ത് ഷാഫിയുടെ പങ്കുണ്ട്. ഷാഫിയെ അടുത്ത് ചോദിക്കാതെ അവിടെ ഒരു സ്ഥാനാർത്ഥി തീരുമാനിക്കാൻ പറ്റില്ല. ഷാഫി അവിടുത്തെ എം.എൽ.എയും അവിടെ സ്വാധീനമുള്ള ആളാണ്. അപ്പൊ ഷാഫിയുടെ കൂടി ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന പേര് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വരുമ്പോൾ തന്നെ ഈ പറയുന്ന പോലെ വിവാദങ്ങൾ എല്ലാ പാർട്ടിക്കകത്തുണ്ടെന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വിവാദങ്ങൾ വരും. പക്ഷെ ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കരിസ്മ ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. ഈ അയാൾക്കെതിരെ വരുന്ന വിഷയങ്ങളെല്ലാം അയാൾക്ക് അനുകൂലമാക്കുകയും. അല്ല, അതാണ് CPM-നും പിണറായി വിജയനും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? കാരണം ഈ അനാവശ്യമായി വീട് വളഞ്ഞ് പിടികൂടുന്ന ഒരു സംഭവം മാധ്യമങ്ങൾ 1-2 ദിവസം തുടർച്ചയായി തന്നെ ചർച്ച ചെയ്ത് അങ്ങനെ ഇവരുടെ വീഴ്ചയാണോ? ഉറപ്പായിട്ടും ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ വലുതാക്കുന്നതിന് രാഹുൽ മാങ്കൂട്ടം പിണറായി വിജയനെ ഉപയോഗിച്ചതുപോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനും ഇടതുപക്ഷ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കൈകാര്യം ചെയ്യുന്നതിനകത്ത് വീഴ്ച പറ്റിയെന്ന് പറയേണ്ടി വരും. ഒരു രാഷ്ട്രീയക്കാരൻ ലൈം ലൈറ്റ് നിൽക്കുമ്പോൾ അവൻ അപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ KSUവിന്റെ ഇത്തരത്തിൽ മാധ്യമങ്ങളെല്ലാം അറിയുന്ന ഒരു നേതാവ്, അയാൾക്കെതിരെ ഒരു കേസ് വരുമ്പോൾ വാർത്തയാവും, അയാൾക്കെതിരെ പോലീസ് ഒരു അറസ്റ്റ് വരുമ്പോൾ വാർത്തയാവും, അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വാർത്തയാവും. അതിന് ഉദാഹരണമാണ് ഇദ്ദേഹത്തിന് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരുന്നപ്പോൾ സെക്രട്ടേറിയറ്റ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ ഒരു കേസുണ്ട്. സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷം ഉണ്ടായത് പ്രതിപക്ഷ നേതാവും എല്ലാം പ്രതികളാണ്. സ്വാഭാവികമായിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും അതിന്റെ കണ്ടമാനം ആൾക്കാർ പ്രതികൾ. ഈ പ്രതികളായിട്ടുള്ളവരെ സാധാരണ രാഷ്ട്രീയ കേസുകൾ അങ്ങനെ വീടുകളിൽ കയറി ഒരു നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. കാരണം രാഷ്ട്രീയ കേസുകൾ അത്തരത്തിലുള്ള കേസുകളാണ്. അപ്പം അത് അറസ്റ്റ് ചെയ്യാതെ എല്ലാ രാഷ്ട്രീയ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഈ പറയുന്ന 3 രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് അറസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. കാരണം താഴെ തട്ടിൽ നിന്നൊക്കെ കേസുകൾ. പക്ഷെ ഇത് അന്ന് വീട് വളഞ്ഞ് ഇയാളെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഇയാൾക്ക് ആ അറസ്റ്റോടുകൂടി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി വീണ്ടും കേരളത്തിലുടനീളം ചർച്ചയാവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ഏത് രീതിയിൽ ഹൈപ്പിൽ വരാമോ അല്ലെങ്കിൽ നേതാവാണെന്ന് കോൺഗ്രസ്സുകാരുടെ ജനത്തിനിടയ്ക്കും അംഗീകരിപ്പിക്കാമോ ആ രീതിയിലേക്കൊക്കെ അംഗീകരിപ്പിക്കുന്ന രീതിയിലേക്ക് വാർത്തകളും പ്രസക്തിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി പിണറായിയുടെ ഗവൺമെന്റും CPM ശ്രമിച്ചു. പക്ഷെ പിണറായി അന്ന് എൻ്റെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ വീക്ഷണം അനുസരിച്ച് പിണറായി അന്ന് ചെയ്തത് വേറൊരു കാര്യത്തിന് വേണ്ടി. കാരണം ഇടയ്ക്ക് വെച്ച് പിണറായി വിജയനും ഈ പറയുന്നത് പോലെ നമ്മുടെ ഗവർണർ തമ്മിൽ എന്നും സംഘർഷമാണ്. ആ സംഘർഷത്തിൽ മിഠായി തെരുവിലൊക്കെ നടന്ന് പിണറായി വിജയൻ ഏറ്റവും പ്രശ്നമുണ്ടായി. അതിന്റെ പിറ്റേന്നായിരുന്നു നമ്മുടെ അദ്ദേഹം ഇടുക്കി സന്ദർശിച്ചു. ഇടുക്കിയിലെ ഈ മണിയാശനുമായിട്ട് ഏതോ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് മറുപടി പറയുന്നതിന് വേണ്ടി അല്ലെ മണിയാശൻ ഇദ്ദേഹത്തെ മോശമായിട്ട് സംസാരിക്കുക ഏതാണ്ട് ചെയ്തു. അതിന് പിറ്റേന്ന് വേറെ ഏതോ പരിപാടി പങ്കെടുക്കാൻ ഇദ്ദേഹം ഇടുക്കിയിൽ പോവുകയാണ്. ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഗവർണർ ഇടുക്കിയിൽ ചെന്ന് വീണ്ടും തെരുവിലിറങ്ങും എന്നുള്ള രീതിയാണ്. അപ്പൊ ഗവർണർ ഇടുക്കിയിൽ ചെന്ന് തെരുവിലിറങ്ങിയാൽ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു വാർത്തയെ മറികടക്കുന്നതിന് വേണ്ടി കാലേ കൂട്ടി അങ്ങ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താൽ ആ വാർത്തയിൽ മറ്റേ വാർത്ത അങ്ങനെ ഉണ്ടായാൽ പോലും മുങ്ങിപ്പോകുമെന്നുള്ള കണക്കൂട്ടിൽ ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആ അബദ്ധം കാണിക്കാൻ സാധ്യതയില്ല. ഏതായാലും ഗവർണർ ഇടുക്കിയിൽ പോവുകയും തെരുവിറങ്ങാതെ പുള്ളിയുടെ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു പോരുകയും ഒക്കെ ചെയ്തത് മണിയാശാന്റെ വിഷയമാണ്, യൂണിവേഴ്സിറ്റിയുടെ വിഷയം. ഏതാണ്ട് ഒരു പ്രധാനപ്പെട്ട കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു. പക്ഷേ അതിനകത്ത് ഗവർണർ യാതൊരു അഭിപ്രായം പറയാതെ തിരിച്ചു പോവുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വളരെ വെളുപ്പിനെ നടക്കുകയും അത് വാർത്തയാവുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയത്തിൽ വളരെ വലിയ ഗുണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്. ഇതേപോലെ തന്നെ സംഭവിച്ച ഒരു കാര്യമുണ്ട്, K. സുരേന്ദ്രന്റെ കാര്യം.
കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ BJPക്കകത്ത് മാത്രം ഒതുങ്ങി നിന്ന, അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് മാത്രം ഒതുങ്ങി നിന്ന ആൾക്കാരുടെ BJPക്കകത്ത് ലൈം ലൈറ്റിൽ ഇല്ലാത്തൊരു നേതാവായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ശബരിമല വിഷയം വന്നപ്പോൾ കെ സുരേന്ദ്രൻ ശബരിമല വിഷയത്തിനകത്ത് ഇടപെടുന്ന രീതി വന്നു. ശബരിമല വിഷയത്തിനകത്ത് കെ സുരേന്ദ്രൻ സജീവമായിട്ട് ഇടപെടുന്നതിന് വേണ്ടി, സുരേന്ദ്രൻ രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടി തയ്യാറായി ഇറങ്ങുകയും സുരേന്ദ്രന്റെ പേരിൽ ഒരു 400-450 കേസ് ഉണ്ടാക്കി കൊടുത്ത് സുരേന്ദ്രനെ ലൈം ലൈറ്റിൽ കൊണ്ടുവരുന്നതിന് പിണറായി സർക്കാരിന് വലിയ പങ്കുണ്ട്. അതായത് സുരേന്ദ്രനെ വളരെ പെട്ടെന്ന് തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കി എടുക്കുന്നതിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടിയിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഇടപെടിയിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റായ രീതിയിലൊരു കാര്യം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പിണറായി വിജയൻ സ്വന്തം പാർട്ടിയിൽ മാത്രമല്ല എതിർ പാർട്ടിയിലും അതെ, നേതാക്കൾ ഇപ്പം സുരേന്ദ്രനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ സംബന്ധിച്ചുകൊണ്ട് പിണറായി വിജയൻ വളരെ വലിയ അനുഗ്രഹീതനായിട്ടുള്ള ആളാണ്. ഈ സുരേന്ദ്രനും ഈ രാഹുൽ മാങ്കൂട്ടവും ഒക്കെ ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഫോട്ടോയും അല്ലെങ്കിൽ അവരുടെ പിതാമഹന്മാരുടെ ഫോട്ടോയും ഒക്കെ വെക്കുന്നതിൻ്റെ കൂടെ ഈ പിണറായി വിജയന്റെ ഫോട്ടോയും കൂടെ വീട്ടിൽ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം പിണറായി വിജയന്റെ അനുഗ്രഹം കൊണ്ട് സംസ്ഥാന പ്രസിഡന്റായ സുരേന്ദ്രനും വളരെ ചെറുപ്പത്തിലെ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തെയൊക്കെ നമ്മൾക്ക് മുമ്പിൽ കാണാൻ സാധിക്കും. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ചെറുപ്പക്കാരനാണ്. കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നടത്താൻ പറ്റുന്നതും ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഇതുവരെ കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു രാഹുൽ പാലക്കാട്ട് ഒരു നല്ല ജനപ്രതിയായിട്ട് തന്നെ നിൽക്കും. രാഹുൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ജനങ്ങളെ സംവദിക്കുന്നതിനും അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നതിനും പറ്റിയ ഒരു ബോഡി ലാംഗ്വേജും. എതിർ പാർട്ടിക്കാർക്ക് എന്തായാലും ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കുറച്ച് തീർച്ചയായിട്ടും എതിർ പാർട്ടിക്കാർക്ക് ആ മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം 1.5 കൊല്ലം കൊണ്ട് നല്ലപോലെ ഇടപെടുന്ന ചെറുപ്പക്കാരാണ് കേട്ടോ. നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറം ചില ആൾക്കാരുടെ ഇടപെടിയിൽ നമുക്ക് എപ്പോഴും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അല്ലെ, അദ്ദേഹത്തിന്റെ ഇടപെടിയിൽ എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഇടപെടില്ല. അങ്ങനെ ചില രാഷ്ട്രീയക്കാരും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഏതായാലും ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെ തടയണമെങ്കിലും അല്ലെങ്കിൽ നിർത്തണമെങ്കിലും വരികയ്ക്ക് നിർത്തണമെങ്കിലും അത് രാഹുൽ തീരുമാനിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കണം. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായിയുടെ സഹായത്തോടു കൂടിയായാലും കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയായാലും ഈ പറയുന്ന ഷാഫിയുടെ സഹായത്തോടു കൂടിയായാലും MLA ആയി അത് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.